ഹായ് ചീറ്റീസ്, എല്ലാവർക്കും ബിലഡവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സെബാമെഡിൻ്റെ ലിപ് ഡിഫെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഉള്ള ലിപ് ബാമാണ്. സൺസ്ക്രീൻ ഉള്ള ലിപ് ബാം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളെന്ന് വിചാരിക്കും, ഇതെന്താ സൺസ്ക്രീൻ ആണോ? ഇത് സൺസ്ക്രീനും ലിപ് ബാമും കൂടെ ഒരുമിച്ചുള്ള SPF 30 ഉള്ള ലിപ് ബാമാണ്. ഇത് ഭയങ്കര ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എന്താ പറയണ്ടേ, ലിപ് പിഗ്മെന്റേഷൻ മാറും, നിങ്ങൾ സമ്മറിൽ യൂസ് ചെയ്താൽ നിങ്ങളുടെ ലിപ്സ് പിങ്ക് ആവും, അങ്ങനെ കുറേ റിവ്യൂസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതെന്നല്ല, അപ്പോൾ ആ ഒരു റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പാക്കേജിങ് പറയുവാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാൻ നല്ല ഭംഗിയുള്ള പാക്കേജിംഗ് ആണ്. ഞാൻ ഈ പാക്കേജിങ്ങിന്റെ ഭംഗിയിൽ വീഴുന്ന ഒരാളാണ് ആക്ച്വലി. പാക്കേജിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള വൈറ്റ് കളർ ഒരു എന്താ പറയുക ട്വിസ്റ്റബിൾ പാക്കേജിംഗ് ആണ്. നോർമൽ അല്ല, ഇപ്പോഴത്തെ ലിപ് ബാംസ് വരുന്ന പോലത്തെ തന്നെ സ്ലീക്ക് ക്യൂബ് ടൈപ്പ് പാക്കേജിംഗ് ആണ് വരുന്നത്. വിലയെന്ന് പറഞ്ഞാൽ 450 സംതിങ് ആണ്, എന്ന് വെച്ചാൽ 445 450 റേഞ്ചിലൊക്കെ കിട്ടും. നാട്ടിൽ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതൊരു ചിലപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 400-നകത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇനി ലിപ് ബാമിന്റെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഒരുപാട് നല്ല ചൂടെടുക്കുവാണെങ്കിൽ, നല്ല ചൂടത്ത് വെക്കുവാണെങ്കിൽ മാത്രം ഇതൊന്ന് ഇച്ചിരി മെൽറ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ലിപ് ബാം എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലിയർ വേർഷൻ ആണ്. ഇതിന്റെ പല പല വേർഷൻസ് അവൈലബിൾ ആണ്. ചെറി, പിന്നെ വാട്ടർമെലൻ, സ്ട്രോബെറി, അങ്ങനെ പല കളേഴ്സ് ഉള്ള ലിപ് ബാംസ് അവൈലബിൾ ആണ് കേട്ടോ, സെയിം റേഞ്ചിന്റെ തന്നെ. ഇതിന് പിന്നെ ബേബി പ്രോഡക്റ്റും ഉണ്ട്, ബേബി ലിപ് ബാം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഈ കളർലെസ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി കളറുള്ളത് ട്രൈ ചെയ്യണം. ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ബിസബോളും വൈറ്റമിൻ ഇയും ജോജോബ ഓയിൽ, കൊക്കോബ ഓയിൽ, ഓക്കെ വാട്ട് എവർ ദാറ്റ് ഓയിൽ ഈസ്, അങ്ങനത്തെ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇവർ മെയിൻലി പറയുന്നത്. നമ്മുടെ ഡ്രൈനെസ്സും ചാപ്ഡ് ലിപ്സും മാറ്റി നമ്മുടെ ലിപ്സ് നല്ല ഹൈഡ്രേറ്റും പ്ലംബും ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സംഭവങ്ങൾ ഉള്ളതെന്നാണ് ഇവർ പറയുന്നത്. ഇതിന്റെ അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, ഞാൻ അതിന്റെ കവർ എനിക്ക് വിട്ടുപോയി. ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ പറഞ്ഞത് നല്ല ക്ലിയർ ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള ലിപ് ബാമാണ്. നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്താൽ കുറേ നേരം നമ്മുടെ ലിപ്സിനെ ഡ്രൈ ആക്കാതെ വെക്കും. ചില ലിപ് ബാംസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഉണങ്ങും. പക്ഷെ ഇതങ്ങനെയല്ല, നല്ല ലിപ്സ് എന്താ പറയണ്ടേ, സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് വെക്കുന്നുണ്ട്. SPF-ന്റെ യൂസേജ് എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല, കാരണം ഇപ്പം ഏകദേശം ഉള്ളവരെല്ലാം ലിപ്സ്റ്റിക് ഇടുന്നവരാണ്. അവർക്ക് ലിപ് ബാം യൂസ് ചെയ്തിട്ട് അത് റിമൂവ് എന്ന് വെച്ചാൽ ഒന്ന് തുടച്ച് കളഞ്ഞിട്ടല്ലേ നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളത് എനിക്ക് ഷുവർ അല്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ സൺസ്ക്രീൻ തേക്കുമ്പോൾ അതിന് സൺസ്ക്രീൻ ലിപ്സിനെ മുകളിൽ തേക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടും ഡ്രൈനെസ് ഉണ്ടാകാമായിരിക്കാം, അതിനെക്കുറിച്ച് എനിക്ക് അത്ര ജ്ഞാനമില്ല. എന്തായാലും ഞാൻ ഈ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ഞാൻ റിമൂവ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ആ ഒരു എന്താ പറയണ്ട, ആ ഒരു സ്ലൈമിനെസ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു എന്താ പറയുക സ്ലിതറിനെസ് ഒക്കെ തുടച്ച് കളഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലിപ്സ്റ്റിക് വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും പടരും. ഓക്കെ, അപ്പോൾ അതുപോലെ ഞാൻ അങ്ങനെ ഒരുപാട് ഇപ്പോൾ വെയിലത്ത് ഇറങ്ങാറില്ല, എന്നുവെച്ചാൽ നല്ല ചൂടാ വെളിയിൽ. പിന്നെ ഇതിന് ലിപ് പിഗ്മെന്റേഷൻ കുറയുമ്പോൾ ചോദിച്ചാൽ എനിക്കാണ് ലിപ് പിഗ്മെന്റേഷനിൽ അത്ര പിഗ്മെന്റഡ് അല്ല, അതുകൊണ്ട് എനിക്ക് ചേഞ്ചസ് വന്നായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഇത് യൂസ് ചെയ്യുന്ന ടൈം അത്രയും നാളും നമ്മുടെ ലിപ്സ് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല സപ്പിളായിരിക്കും, ഡ്രൈനെസ്സോ ക്രാക്നെസ്സോ ഒന്നും വരത്തില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചുണ്ട് പൊട്ടി കീറിയിരിക്കുന്ന ചുണ്ടല്ല, നിങ്ങൾ കടിച്ചിങ്ങനെ തൊലി ഇളക്കൊന്നും ചെയ്യില്ല, അതുകൊണ്ടാണ് കൂടുതൽ ഡ്രൈനെസ് വരുന്നത്. അതുപോലെ വേറെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ നാക്കുകൊണ്ട് ചുണ്ട് നനയ്ക്കുന്നവരുണ്ടല്ലോ, ഡ്രൈ ആന്ന് പറഞ്ഞിട്ട്, അത് ചെയ്യരുത്. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ലിപ് ബാം അപ്പോൾ തന്നെ ഡ്രൈ ആണെന്ന് തോന്നുന്ന ടൈമിൽ തന്നെ ഒരു ലിപ് ബാം കൂടെ യൂസ് ചെയ്യുക. ഈ ചൂട് സമയത്ത് നന്നായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലിപ്സ് മാത്രമല്ല സ്കിന്നും ഡ്രൈ ആവും, ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ ലിപ് ബാമിനും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. സോ നിങ്ങൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. അതുപോലെ ലിപ്സ് നന്നായിട്ട് കെയർ ചെയ്യുക. ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് പതുക്കെ എന്ന് വെച്ചാൽ അയ്യോ അവള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉരച്ച് തേക്കാനല്ല പറഞ്ഞത്, പതുക്കെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ആ ഡ്രൈനെസ് അങ്ങ് മാറിക്കിട്ടും. പിന്നെ നമുക്ക് അടിച്ച് പറിക്കാനുള്ള ആ ഒരു ടെൻഡൻസി വരത്തില്ല. അത് രസമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കെയർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡ്രൈനെസ് കുറവുണ്ട്. അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പൊട്ടുമായിരുന്നു, അതൊക്കെ ഒരുപാട് കുറവുണ്ട്. എന്തായാലും ഞാനിത് ഇതിന്റെ ചെറിയ വേർഷൻ ഞാൻ അടുത്ത് നോക്കി വെച്ചേക്കുന്നത്, അത് ഞാൻ എന്തായാലും വാങ്ങിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ടുള്ള കാര്യമാണ്, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാനൽ മുമ്പോട്ട് പോകാൻ തന്നെ ഉള്ള പ്രചോദനം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമാണ്. അത്ര ഫോളോവേഴ്സ് ഒന്നും എനിക്കില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുവരെ ബൈ.